തിരിച്ചടി ഭയന്നുകൊണ്ട് ഒരു തയ്യാറെടുക്കുന്നതാവാം. അതല്ലെങ്കിൽ മറ്റ് വിമാനങ്ങളുടെ അനുമതി നൽകാതെ വ്യോമപാത നിയന്ത്രണ വിധേയമാക്കി മറ്റെന്തെങ്കിലും സാധ്യതകൾക്ക് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതാവാം. എന്തായാലും ഈ രണ്ട് സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. വളരെ നിരീക്ഷണത്തിലാണ്. നമുക്ക് സൂചിപ്പിക്കാനാവുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് അടക്കം ഈ നീക്കങ്ങളടക്കം കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും ഈ ഫ്ലൈറ്റിൻ്റെ സംശയകരമായ സാഹചര്യമാണ് സൂചിപ്പിക്കാനാവുന്നത്. തീർച്ചയായും അതാണ് നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ നിർണായകമായ പല കാര്യങ്ങളും വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും പ്രതിരോധ മന്ത്രാലയത്തിൽ അതിനിർണായകമായ യോഗങ്ങൾ നടക്കുകയാണ് എന്നുള്ള വിവരം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. മൂന്ന് നമ്മുടെ സൈനിക മേധാവികളും ഈ യോഗത്തിൻ്റെ ഭാഗമായി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സംയുക്ത സേനാ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിർണായകമായ യോഗം പ്രതിരോധ മന്ത്രാലയത്തിൽ ചേരുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. സേനാ തലവന്മാരും സംയുക്ത സേനാ മേധാവിമാരും അടക്കം പങ്കെടുക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് അതിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദാംശങ്ങൾ അദ്ദേഹം തേടുന്നുണ്ട്. ഏതായാലും ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുമോ? കാരണം പാകിസ്ഥാൻ അത്തരത്തിലൊരു പ്രഖ്യാപനം ഇന്ത്യയോട് നടത്തിക്കഴിഞ്ഞു. അവർ പേരിട്ട് തന്നെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഡൽഹി ലക്ഷ്യമാക്കി പോലും മിസൈൽ അയക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സുപ്രധാനമായ അതിനിർണായകമായ യോഗം, സേനാ മേധാവിമാരുടെ യോഗം രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രാജ്യത്ത് ഉടനീളമുള്ള ജാഗ്രത ഇതിനകം തന്നെ നമ്മൾ സ്വീകരിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കുകയും വേണം. വലിയ തോതിലുള്ള ജാഗ്രത അതിർത്തി സ്ഥലങ്ങളിലടക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളും ഇന്ത്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളും തുടരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകൃത സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്. വ്യാജ പ്രചരണം പൊളിച്ച് PIBയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ നിർണായകമായ കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഈ യുദ്ധം, ഈ തരത്തിലുള്ള ആക്രമണം ആരംഭിച്ച സമയം മുതൽ തന്നെ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഇന്ത്യയുടെ വിമാനങ്ങളടക്കം വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള വ്യാജ ദൃശ്യങ്ങളടക്കമാണ് ഇത്തരത്തിൽ പാക് അനുകൂല സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഇന്ത്യ വളരെ കൃത്യമായി തന്നെ നിഷേധിക്കുകയും അതിനുള്ള തെളിവുകൾ ലോകത്തിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്ത പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാർക്കോ റൂബിയോ അസിം മുനീറുമായി സംസാരിച്ചു എന്നുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി പാക് സൈനിക മേധാവിയുമായി സംസാരിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ പാക് ചർച്ചകൾക്ക് സഹായം ചെയ്യാമെന്നാണ് മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനം. ഉറപ്പ് പാകിസ്ഥാൻ നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയുമായി ഇന്ത്യയും നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ അനവധി ശ്രമങ്ങൾ കൂടി ഈ സമാധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായക കാര്യം. സൈത്ത്, ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നിരവധിയായി നടക്കുന്നുണ്ട്, സംശയമില്ല. അത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രചാരണങ്ങൾ വ്യാപകമായി ഉണ്ടായിരുന്നു. അതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പൊളിക്കുക, കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയാണ് നമ്മളതിനെ നേരിട്ടത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാക് അനുകൂല സമൂഹ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? ഒരു വാസ്തവമില്ലാത്ത പ്രചാരണങ്ങൾ തുടരുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യക്കെതിരെ തുടർച്ചയായ വ്യാജ പ്രചരണം നടക്കുന്നു. അതിന് ആയുധമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളെയാണ്. പ്രത്യേകിച്ച് പാക് അനുകൂല സമൂഹ മാധ്യമങ്ങൾ അത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തുടക്കം മുതൽ അത്തരം മാധ്യമങ്ങളെ, അത്തരം അക്കൗണ്ടുകളെ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. ഇതിനു പുറമെയാണ് PIBയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗം നിരവധി വ്യാജന്മാരെ കണ്ടെത്തുന്നത്. ഇതിൽ ഇന്നത്തെ ദിവസം ഉയർന്നു വന്ന ചില തെറ്റായ പ്രചരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലൊന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയത്, അതായത് ഖലിസ്ഥാൻ ഭീകരവാദി ഇന്ത്യക്കെതിരായ തെറ്റായി നടത്തിയ ഒരു പ്രചരണമാണ്. അതിലൊന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ഗുരുദ്വാരകൾക്കെതിരെ ഇന്ത്യയുടെ ബോധപൂർവമായ നീക്കമുണ്ടായി എന്ന കാര്യമാണ്. ഇന്ത്യൻ സേന ഗുരുദ്വാരകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബോംബിങ്ങും മിസൈൽ ആക്രമണവും നടത്തി എന്ന തെറ്റായ പ്രചരണം നടത്തി. അത് തെറ്റ് എന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പൊളിച്ചടുക്കിക്കൊണ്ട് ഇപ്പോൾ PIB ഫാക്ട് ചെക്ക് വിഭാഗം പറയുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലെ 70% ഇലക്ട്രിസിറ്റി ഗ്രിഡുകളും ഫങ്ഷണൽ അല്ല. പാകിസ്ഥാൻ്റെ എയർ അറ്റാക്കിൽ ഇന്ത്യയിലെ 70%വും ഈ ഇലക്ട്രിസിറ്റി ഗ്രിഡുകളും തകർക്കപ്പെട്ടു എന്ന ആരോപണമാണ്. പക്ഷേ ഇത് പൂർണ്ണമായി തെറ്റ് എന്നതാണ് പറയുന്നത്. ഇത് ഡോക്ടർ ഒമർ ചീമ എന്ന് പറയുന്ന എന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ പ്രചരണം നടന്നത്. മേജർ സൈബർ അറ്റാക്ക്, 70% ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഓഫ് ഇന്ത്യ ഹാസ് ബിക്കം ഡിസ്ഫങ്ഷണൽ എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്ന് PIB വ്യക്തമാക്കുന്നു.
ഒപ്പം മറ്റൊരു ആരോപണം ഇന്ത്യക്കെതിരെ ഉയർന്നത് എയർപോർട്ട് അതോറിറ്റി ഇന്ത്യയിലെ ഇന്ത്യയുടെ ഡൽഹി മുംബൈ എയർലൈൻ റൂട്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്തു. എയർ അറ്റാക്ക് ഭയന്നുകൊണ്ട് അത്ര നടപടിയുണ്ടായി എന്നതാണ് ആരോപണം. പക്ഷേ അത് പൂർണ്ണമായും തെറ്റ് എന്നത് ഈ ആരോപണം തെറ്റെന്ന് PAB കണ്ടെത്തുന്നു. അതായത് ഇന്ത്യ പാക് ടെൻഷൻ ഹിറ്റ്സ് എയർ ട്രാവൽ, ടെമ്പററി ക്ലോഷർ ഓഫ് സർവീസ് ഓൺ ഡൽഹി മുംബൈ റൂട്ട്, എയർലൈൻസ് ടോൾഡ് ടു റീറൂട്ട് ടു ഫ്ലൈറ്റ്സ് ടിൽ May 14 എമഡ് ഇന്ത്യ പാക് ടെൻഷൻ. NDTV ഇത്തരമൊരു വാർത്ത നൽകിയെന്നും പറഞ്ഞാണ് പ്രചരണം ഉണ്ടായത്. പക്ഷേ ഇത് തെറ്റ് എന്നത് ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം വ്യാജ പ്രചരണമാണ് ഇന്ത്യക്കെതിരെ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം പാകിസ്ഥാന്റെ ആക്രമണത്തിൽ, മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയുടെ ഒരു ഫൈറ്റർ ജെറ്റ് തകർന്നു വീണു എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു. അതായത് സെവറൽ പ്രോ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആർ ഫാൾസ്ലി ക്ലെയിമിംഗ് ദാറ്റ് 3 ഫൈറ്റ് ജെറ്റ്സ് ഹാവ് ക്ലാഷ്ഡ് ഇൻ ഡിഫറെൻ്റ് ഏരിയാസ് ഓഫ് ഹിമാലയൻ റീജിയൻ. ഇന്ത്യയുടെ 3 ഫൈറ്റർ ജെറ്റുകൾ ഹിമാലയൻ മേഖലകളിൽ തകർക്കപ്പെട്ടു, പാകിസ്ഥാൻ തകർത്തിട്ടു എന്ന ആരോപണമാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചത്. പക്ഷേ അത് വ്യാജ ആരോപണമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആക്സിഡന്റ് ചിത്രം എടുത്തുകൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത് എന്നതാണ് വ്യക്തമാക്കുന്ന കാര്യം. ഷക്കീൽ അഹമ്മദ് എന്ന ഒരു അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം വ്യാജ പ്രചരണം നടന്നത്. പക്ഷേ ഇത് തെറ്റാണെന്ന് കണ്ടെത്തിയത്. ദ ഇമേജ് ബീയിങ് സർക്കുലേറ്റഡ് ഈസ് ഓൾഡ്, ഡേറ്റിംഗ് ബാക്ക് ടു 2016 ഉണ്ടായ ഒരു ആക്സിഡന്റ്, അതിൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം തെറ്റായ പ്രചരണം നടക്കുന്നത് എന്നത് കണ്ടെത്തുന്നു. ഇങ്ങനെ നിരവധി വ്യാജ പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്, ഈ ഇന്ത്യയുടെ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതെല്ലാം തെറ്റ് എന്നത് പൊളിച്ചെടുക്കുകയാണ് ഫാക്ട് ചെക്കിംഗ് വിഭാഗം. തീർച്ചയായും അത്തരത്തിൽ ഈ യുദ്ധത്തിൽ തോറ്റ, അമ്പയെ പരാജയപ്പെട്ട അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു തരത്തിലും ലക്ഷ്യം കാണാതെ വരുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യയെ അപമാനിക്കുക, വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം വളരെ കുറേ നാളുകളായി. നേരത്തെയൊക്കെ നമ്മളോട് സംസാരിച്ച മുൻ സൈനിക മേധാവികളൊക്കെ പറഞ്ഞതുപോലെ ആ രാജ്യത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ ഒരുപക്ഷെ അവിടുത്തെ ഭരണാധികാരികൾ തന്നെ ആയിരിക്കും. കാരണം പുറം ലോകത്തിന് വളരെ കൃത്യമായ ധാരണയുണ്ട്. പാകിസ്ഥാൻ്റെ ഭീകര പിന്തുണയും പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷവും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ എത്രത്തോളം ആ രാജ്യത്തെ വല്ലാതോതിൽ പുറകോട്ട് അടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇവിടെ ഇത്തരത്തിൽ യാതൊരു ധാരണയുമില്ലാതെ ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് എന്നുള്ള കാര്യത്തിലാണ് ഏറെ സങ്കടകരമായ കാര്യം. ഇന്ത്യക്കെതിരെയുള്ള പ്രചരണങ്ങൾ ആണ് അവർ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ നടത്തുന്നത്. പക്ഷേ വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗം അത് കണ്ടെത്തുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. തെളിവുകൾ തന്നെ ഹാജരാക്കി ഇത്തരം പ്രചരണങ്ങളിലെ അവാസ്തവം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ എല്ലാ തന്ത്രങ്ങളും തകർത്തുകൊണ്ടുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 10:30 മണിക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുക. അതിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രാലയത്തിൽ നമ്മുടെ സംയുക്ത സേനാ മേധാവികളും 3 സൈനിക തലവന്മാരും എത്തിയിട്ടുണ്ട്. അതിനിർണായകമായ കൂടിക്കാഴ്ച ഡൽഹിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും